നമസ്കാരം. ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. നെഞ്ചു പിടഞ്ഞ് കണ്ണ് നിറഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്. കാളികാവിലാണ് ഉള്ളത്. 2.5 വയസ്സുള്ള ഒരു പിഞ്ചു ബാലികയെ സ്വന്തം പിതാവ് അതിമൃഗീയമായി കൊന്നുകളഞ്ഞിരിക്കുന്നു. ആ കുട്ടി ലോകമെന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഉണ്ടാക്കിയ തന്ത തന്നെ. തീർച്ചയായിട്ടും പ്രേക്ഷകരെ, അതിമൃഗീയമായി കേരളം കണ്ടതിൽ ഏറ്റവും മൃഗീയമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ചർച്ചയാകേണ്ട വിഷയം ചെറുതൊന്നുമില്ല. കാരണം ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ആ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താങ്കൾ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? എന്താണ് പേരെന്താണ്? എൻ്റെ പേര് അഫ്ലഹ്. എന്താണ് സത്യത്തിൽ ഇത് ഒരു എല്ലാ കാര്യങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ല. സത്യത്തിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ. കുഞ്ഞിനെ കണ്ടിട്ട് നമുക്ക് അത് വളരെ ഇതാണ് നമുക്ക് തോന്നിയത്. അത്രയും ഉപദ്രവ കുഞ്ഞിനെ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ കാഴ്ച? നിങ്ങൾ പറയൂ. കാഴ്ചയിൽ ഒരുപാട് ഉപദ്രവങ്ങൾ, തലക്കും അതുപോലെ തന്നെ കൗത്തിനും 90ഓളം മുറിവുകൾ ആ കുഞ്ഞിന്റെ മേത്തുണ്ടായിട്ടുണ്ട്. മലമൂത്രം നടത്തുന്ന സ്ഥലത്ത് വരെ സിഗരറ്റ് കുത്തി വെച്ചിട്ടുള്ള മുറിവുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ടോയ്ലറ്റിൽ പോകുന്ന സ്ഥലത്ത് വരെ സിഗരറ്റ് കൊണ്ട് കുത്തിയതാണ്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അത്രയും മോശമായ രീതിയിൽ അതിക്രൂരമായിട്ടാണ് 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇവിടുന്ന് ആ പയ്യനെ ഫായിസ് എന്ന് പറയുന്ന പ്രതി ചെയ്തത്. ആ ഫായിസ് ഇല്ലാത്തവൻ, അത് അങ്ങനെ തന്നെ പറയാം. ആ ഫായിസ് എന്ന് മാത്രമല്ല, അന്ന് ഈ വീട്ടിലുണ്ടായിരുന്നത് അവന്റെ ഉമ്മയും, ഉമ്മയുടെ പേര് താജുന്നിസ എന്നുള്ള അവന്റെ ഉമ്മയും ഉണ്ട്. അവന്റെ പെങ്ങളും അളിയനും ഈ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവരിതിൽ ഇതുവരെ കുറ്റക്കാരായിട്ട് പ്രതിയാക്കി ചേർന്നു. അവര് ഇവിടെ അവന്റെ അളിയന്റെ വീട്ടിലാണ് താമസം എന്ന് തോന്നുന്നു. പക്ഷെ അവരെ പ്രതിയാക്കി ഇതുവരെ ഇട്ടിട്ടില്ല. അവരെയും പ്രതി ചേർക്കണം. അവരും ഇത് കുറ്റത്തിൽ പങ്കെടുത്തവരാണ്. അവരെയും പ്രതിയാക്കിയിടണം എന്നുള്ളതാണ് ഞങ്ങൾ നാട്ടുകാരുടെ ഒരു. ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് അവരുടെ പേര് താജുന്നീസ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? സോറി, ഈ അമ്മയുടെ പേര് താജുന്നീസ എന്നല്ല. അതായത് കുഞ്ഞിന്റെ അമ്മ മാനസിക പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾ തന്നെ. ഈ കുട്ടിനെ അടിക്കുന്ന സമയത്ത് ഈ ഉമ്മയെ അടച്ചിട്ടിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഈ പെങ്ങളും കുഞ്ഞിന്റെ ഉമ്മയെ അടച്ചിട്ടിട്ടാണ് കുഞ്ഞിന്റെ അമ്മയെ അടച്ചിട്ടിട്ടാണ് ഈ ഉപദ്രവമൊക്കെ ചെയ്യുന്നത്. അതായത് ഈ പ്രതിയുടെ പെങ്ങളും അമ്മയും കൂടിയാണ്. പെങ്ങളും അമ്മയും അളിയനും. എന്താണ് ശരിക്കും, എന്താണ് കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കാനുള്ള കാരണം? എന്താണെന്നൊരു കാര്യം നമുക്കറിയില്ല. അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പൊതുവായിട്ടുള്ളത് ഒരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്കറിയില്ല. ഈ കുഞ്ഞിന്റെ ഇളയതുണ്ടോ വേറെ? ഈ കുഞ്ഞിന് ഒരു ഇളയ. ആ കുഞ്ഞ് പാറുടെ കൂടെയാ? ആ കുഞ്ഞ് അമ്മന്റെ വീട്ടിലാണ്. കുഞ്ഞിന്റെ അമ്മയുടെ കൂടെ. ആ സംഭവത്തിന് ശേഷം ഈ കുഞ്ഞിന്റെ അമ്മ വീട്ടുകാർ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്നെല്ലാം മനസ്സിലാക്കി. ആ കുഞ്ഞ് സേഫ് അല്ല ആരും. അതായത് ആ കുട്ടി, ഇപ്പൊ ഈ മരിച്ച കുട്ടിന്റെ അമ്മയും മറ്റേ കുട്ടിനെ എല്ലാവരും അവരവരെ വീട്ടിൽ കൊണ്ടുപോയി. നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെടാനുള്ള കാരണം? ഇപ്പോൾ ചാനലുകാർ പലരും വന്ന് പോലീസ് ഇടപെട്ട്, പോലീസിന്റെ അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. പോലീസ് അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് പറയാനുള്ളത്, ഈ വീട്ടിൽ നന്നാ സമയത്തുണ്ടായിരുന്നവർ അതിൽ കാഴ്ചക്കാരാണ് അവർ. ഇനി അതിൽ നേരിട്ട് പങ്കെടുക്കണമെന്നുള്ളത് നിങ്ങളുടെ അറിവിൽ മുന്നേയും ഈ ഉമ്മയും, അതായത് ഈ പ്രതിയുടെ ഉമ്മയും അളിയന്റെ വൈഫും ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പോലീസിനോട് നിങ്ങൾ ഇത് പറഞ്ഞോ? അത് പോലീസിനോട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചിട്ട്. ഏത് സ്റ്റേഷൻ പോലീസാണ്? കാളികാവ് സ്റ്റേഷനിൽ പോലീസുകാർ എന്താണ് അപ്പോൾ പറയുന്നത്? പോലീസുകാർ അന്വേഷിച്ചിട്ട് അതിനുവേണ്ട നടപടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രി ഞങ്ങൾ ഈ നാട്ടുകാരുടെ ഒരു രോഷം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ശക്തമായിട്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. എത്രയോളം മുറിവുകൾ ഉണ്ടായിരുന്നു കുഞ്ഞിന്റെ ശരീരത്തിൽ? 90ഓളം മുറിവുകളുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിന്നെ വാരിയലിന് 3 പൊട്ടുണ്ട്. തല പന്ത് തട്ടും പോലെ തട്ടിയെന്നാ പറയുന്നത്. തലക്ക് മൊത്തത്തിൽ പരിക്കാം. തലയുടെ ബാക്കിലുള്ള പാടുകളാണ് നമുക്ക് പുറമേ കാണാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിന്റെ സമയത്ത് പോലീസുകാരോ അകത്ത് വിളിച്ചിട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർ കാണിച്ചു കൊടുത്തു. അപ്പൊ മൊത്തത്തിൽ തല പന്ത് തട്ടും പോലെ തട്ടിയിട്ട് എല്ലാ ഭാഗവും തലച്ചോറ് ഇളകിയിട്ടുണ്ട്. നല്ല സുന്ദരി കുഞ്ഞായിരുന്നു. നിങ്ങളെല്ലാം കണ്ടിട്ട് അവനെ എടുത്തെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ കണ്ടൊരു പുഴയിലെങ്ങാണ്ട് കൊണ്ടുപോയി മുക്കി എന്ന് പറയുന്നു. അതിനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. ആ സമയത്ത് പിന്നെ അളിയനെ അവൻ വിളിച്ചു. അവിടെ ചോലയുണ്ട്. എന്താണ് സംഭവം? അവിടുന്ന് ആ കുഞ്ഞിനെ തട്ടി എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണോ മരിക്കുന്നത്? അല്ല, അവിടുന്ന് തട്ടിക്കണല്ലോ, കാലുകൊണ്ട് തട്ടിക്കണോ, തട്ടിക്കണേ. എന്നിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് നടന്ന് കൂടെ റബ്ബറിൻ്റെ കൂടെ നടന്നപ്പോൾ അളിയനെ വിളിച്ചേക്കാണ്. അളിയൻ ചെന്നേക്കണം അങ്ങോട്ട്. പിന്നീടാണ് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് പിന്നീടാണ് സംഭവം നടക്കുന്നത്. നിങ്ങൾക്കൊക്കെ നേരത്തെ ഇത് അറിയാമായിരുന്നു ഇങ്ങനെ വിഷയം? അറിയാമായിരുന്നെങ്കിൽ നമ്മളിതിന് ഒരിക്കലും നമ്മളിതിനെ എതിർക്കാതിരിക്കില്ല. പട്ടി ഇവിടെ ഈ മറയൊക്കെ കെട്ടിയിട്ടാണ് ഇവര് ഈ കുട്ടിക്ക് ശരിക്കും ഒച്ചയിട്ട് കരയാൻ വരെ കഴിയാത്ത മറ ഉണ്ടല്ലോ, മറക്കും. പിന്നെ ഇവിടെ ഈ അയലുണ്ട്,
ഇവിടെ എല്ലാം തുണിയിടും. ഇവിടെ ഇങ്ങനെ തുണി അതാ അയൽവാസികൾക്കൊന്നും വലിയ കട്ടിയുള്ള കയറ കെട്ടിയിരിക്കുന്നല്ലേ? അയൽവാസികൾക്കൊന്നും ഇങ്ങോട്ട് കയറാൻ പോകാൻ അനുവദിക്കൂല. ഇവരൊക്കെ ഇതിന്റെ തൊട്ട അയൽവാസിയാണ് ഇവന്. ഇവരൊന്നും ഇങ്ങോട്ട് കയറാൻ പോലും സമ്മതിക്കാറില്ല. നിങ്ങളോടൊക്കെ പറയാറുന്നല്ലോ എന്ത് കൊച്ചു കരയുന്നൊക്കെ കേൾക്കാൻ വരുന്നു മക്കളെ? ഈ കുഞ്ഞ് കരയുന്നൊക്കെ കേൾക്കാൻ വരാം. നിങ്ങളുടെ വീട് ഇതാണ്? അപ്പൊ ഇന്ന് കേക്കലുണ്ട്. എങ്ങനെയാ കുഞ്ഞ് കരയണമെന്ന് ഞങ്ങൾ കേൾക്കില്ല. ഇത് ആകെ മറച്ചിരിക്കും. ഇതൊക്കെ ആകെ മറച്ചിരിക്കും. ഇവിടെ ഒക്കെ മറച്ചിരിക്കും. നിഗൂഢതയായിരുന്നു അല്ലേ? വലിയ നിഗൂഢതയായിരുന്നു. കുട്ടീന്റെ ശബ്ദങ്ങൾ കുട്ടിക്ക് കുഞ്ഞു കൊച്ചല്ലേ? ചെറിയ കൊച്ചല്ലേ? കുട്ടിക്ക് വളവിന് എന്തോ ഒരു താറാറുണ്ട്. കുട്ടിക്ക് വലിയ ശബ്ദമൊന്നും ഉണ്ടാവും. അപ്പൊ എന്നാ കുറച്ചൊക്കെ ശബ്ദം ഉണ്ടാവും. എന്നാലും ഞങ്ങൾ കേൾക്കുമ്പോ ഞാൻ വാരിയലിനൊക്കെ ചവിട്ടുമ്പോ ശബ്ദം വെളിയിലോട്ട് വരത്തില്ല. വരത്തില്ല. അപ്പൊ ഞാൻ ഈ കുട്ടീനെ ഉപദ്രവിച്ച സമയത്തൊക്കെ ഞാൻ കുറേ വന്ന് പറഞ്ഞിരിക്കണേ. പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യണം? ഞാൻ അവരാണ്ട് ഒഴിവാക്കി വിട്ടൊക്കെയാണ്. നല്ല കുഞ്ഞായിരുന്നു. ആ കുട്ടിക്ക് എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. ആ കുട്ടീനെ കണ്ട ഉപ്പപ്പ എന്ന് പറഞ്ഞാണ്ട് വിളിച്ച് ഞാൻ അവിടുന്ന് അങ്ങാടിയിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ അവിടെ 2 കുട്ടികളുണ്ട്. ആ കുട്ടിക്കും ഞാൻ എന്തെങ്കിലും തിന്നാൻ കൊണ്ട് എൻ്റെ കുട്ടിയേക്കും ഞാൻ തിന്നാൻ കൊണ്ട് ആ കുട്ടി ഞാൻ അവിടെ വരുമ്പോൾ അവിടുന്ന് വിളിച്ചു ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് ഞാനങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കല. എന്നാലും പുറത്തേക്ക് വിടുക അവള് അറിയണ്ട്. ഇത് എത്ര വേദന. അതുകൊണ്ട് ഇച്ചെന്താ വെച്ചാൽ അതിൽ ആർക്കുണ്ടെന്ന് വെച്ചാൽ ആളൊക്കെ കുടിച്ചണം. ഇത്ര വിളിച്ചതാ. നമുക്ക് നോമ്പ് കാലത്ത് തന്നെ ഇങ്ങനെ വന്നല്ലേക്കാ. ദൈവം എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ? കാരണം ഇത് നോമ്പുകാല. കാരണം ഫ്രണ്ടിലൊരു എന്താ എഴുതി വെച്ചിരിക്കുന്നത് മക്കളെ അവിടെ? ഇതുപോലെയുള്ള പട്ടി മൈ അതൊക്കെ നമ്മുടെ നിയമം എന്താണെന്ന് അറിയത്തില്ല. കാരണം കൊന്നു കളയണം പട്ടിയൊക്കെ. എനിക്ക് നമ്മുടെയൊക്കെ ശബ്ദം പോയെന്നേ അല്ലേ? സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് സംസാരിക്കാണ്ട് പക്ഷെ വരുന്നില്ല. അതെ, സംസാരിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഒരു കാര്യം ഞങ്ങൾ പറയാം. ലോകത്തേക്ക് വിടുകയാണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടുകാർ കൂടി കൊണ്ട് ഞാൻ ഓനെ തച്ച് ഞാൻ കൊല്ലിപ്പിച്ചു. ഉറപ്പാണ് കാര്യം. അത് യാതൊരു പേടിയില്ല. അത് ഞാൻ എല്ലാവരും അറിയണത്. ഓനെ പുറത്തേക്ക് ഇറക്കിയാൽ ഓനെ ഞാൻ അവന്റെ തള്ളയും പെങ്ങളും ഓൻ്റെ നാട്ടുകാരെ കൊണ്ട് ഞാൻ തച്ച് ഞാൻ കൊല്ലിപ്പിച്ചു. ഞാൻ ഓനെ ഇവിടെ കുട്ടികൾ വേറെയുണ്ടേ. കുട്ടികൾ ജീവിക്കണ്ടേ? ഓന്തിലും വലിയ കാട്ടാണെങ്കിലോ? എന്ത് നിയമമാണ് സാർ? 2.5 വയസ്സുള്ളൊരു പെൺകൊച്ച. എനിക്കും ഉണ്ട് പെൺകുട്ടികൾ 2 പേര്. എല്ലാവർക്കും ഉണ്ട്. എന്നാ ചെയ്യാൻ പറ്റുന്നത്? 2.5 വയസ്സുള്ള കൊച്ചിൻ്റെ ശരീരത്തിൽ 90 മുറിവുകൾ. അപ്പിയിടുന്ന സ്ഥലത്തും മൂത്രം ഒഴിക്കുന്ന സ്ഥലത്തും സിഗരറ്റ് കൊണ്ട് കുത്തിയിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ വാർത്ത. കാരണം ഭയങ്കര ശബ്ദത്തിലൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷേ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഫീലായി വീട്ടിൽ വരുമ്പോഴേ. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഈ നായിൻ്റെ മോനുണ്ടല്ലോ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിൻ്റെ ഫോട്ടോ ഇടുന്നുണ്ട്. നിങ്ങളൊന്ന് മുസ്ലിംസാണ് ദുആ ചെയ്യണം, ക്രിസ്ത്യൻസാണ് പ്രാർത്ഥിക്കണം, നിങ്ങൾ ഹിന്ദുസാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിക്കണം. ഈ പലയാടി മോന്, ഈ പലതന്ത്രത്തൊക്കെ ഉണ്ടായ നായിൻ്റെ മോന് അർഹിക്കുന്ന ശിക്ഷ കിട്ടണമെന്ന്. അവൻ്റെ പെങ്ങൾക്കും അവൻ്റെ ഉമ്മയ്ക്കും. ഏത് കാലിൻ്റെ ഇടയിലെ നിയമമെന്ന് അറിയത്തില്ല നമ്മുടെ കേരളത്തിലുള്ളത്. 2.5 വയസ്സുള്ള പെങ്കൊച്ചായത് അതിനെ കൊന്നു കളഞ്ഞിരിക്കുന്നു. നമുക്ക് തന്നുകൂടായിരുന്നു. നമ്മളൊക്കെ പൊന്നുപോലെ നോക്കൂലായിരുന്നു അല്ലേ? ജീവനായിട്ട് നമ്മൾ നോക്കും. കുഞ്ഞുങ്ങളില്ലാതെ നടക്കുന്നു. ലക്ഷങ്ങൾ കോടികൾ കുഞ്ഞുങ്ങളുണ്ടാകാൻ ഇല്ലെന്നേ നമ്മൾ നോക്കൂലേ? നമുക്ക് നമ്മൾ കുഞ്ഞിനെ കാരണം ഒരു പെങ്കൊച്ച. ഈ വിവരം പുറത്ത് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു നമുക്ക്? ഇവർക്ക് ഈ വീട്ടിലുള്ള ആർക്കും വേണ്ടെങ്കിൽ നമ്മൾ നോക്കൂലേ? എൻ്റെ അള്ളാ, കാരണം ഇതൊരു മുസ്ലിമിൻ്റെ വീടാണ്. ഇവിടെ എല്ലാം മുസ്ലിംസാണ് താമസിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് അവനുള്ള നിങ്ങളെന്താ പറയുന്നത്? ദിയോ എന്താ പറയുന്നത്? അവനുള്ള ശിക്ഷയ്ക്ക് എന്താ പറയുന്നത് നിങ്ങൾ? ഇത്ര ക്രൂരമായിട്ട് കൊടുക്കാവോ അത് കൊടുക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഒരുപാട് ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അത് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് നന്ദി. പൊലയാടിമാൻ ചാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ഒരുപാട് നന്ദി. സൂരജ് പാലക്കാരൻ. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.